പതുക്കെ അങ്ങോട്ട്. എന്തായാലും സിനിമ കഴിഞ്ഞു. നമുക്ക് വേണ്ടി നമ്മളെ കാണാനും ഞങ്ങൾ നിങ്ങളെ കാണാനും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡയറക്ടറിൽ നിന്ന് തുടങ്ങുന്നു. പറയാനുള്ളത് പറയും, ഞങ്ങൾ ചോദിക്കാം. അല്ല, ആദ്യം ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ക്രീനിങ് വെക്കാന്ന് ധ്യാനം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. കാരണം ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നമ്മൾ ഇന്റർവ്യൂ ഒന്നും പോകണ്ട, ഇന്റർവ്യൂവിന് പോകരുത്, പ്രൊമോഷനിൽ എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് 42 ഇന്റർവ്യൂ എടുത്തു? എത്ര? 53 ഇന്റർവ്യൂ എടുത്തു, റെക്കോർഡ്. അവിടെ ഫിലിം കമ്പനി ബോംബെ വരെ പോയി. എനിക്ക് തോന്നുന്നു ഇനി ദുബായിൽ പോയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അല്ല, പിന്നെ അതിനിടയിൽ പറയുകയും ചെയ്തു, അവിടെ തമിഴ്നാട്ടിൽ പറഞ്ഞു ഗോട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച പടമാണ്. അതായത് പറഞ്ഞു എല്ലാവരും അറിഞ്ഞല്ലേ? അല്ല, അത് നിങ്ങളെല്ലാവരും ലാസ്റ്റ് ക്ലാപ്പ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളല്ലേ? ആ, ഓക്കെ. അല്ല, നമ്മുടെ ഫ്രട്ടേണിറ്റിയും നമ്മുടെ മീഡിയയും എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര ഗംഭീര ഒരു സമയമാണ്. ഇപ്പോൾ ആവേശത്തിനെ പറ്റിയൊരു ഭയങ്കര റിപ്പോർട്ടുണ്ട്, ജയഗണേഷൻ നല്ലതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മുടെ സിനിമയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എല്ലാ സിനിമകളും ഓടട്ടെ, മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ആർട്ട് ഡയറക്ടർ നിമേഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ സൗണ്ട് ഡിസൈനർ സച്ചിൻ, സിംഗ് സിനിമ, പിന്നെ എൻ ജെ. അതെ അതെ അതെ. എന്റെ പെർഫോമൻസ് കണ്ടിട്ട് അവൻ ബോംബെയില് ആമസോൺ പ്രൈമിനോട് സംസാരിച്ചിട്ട് എന്നെ ഫാമിലി മാൻ 3 അതിൽ എന്നെ മെയിൻ വില്ലനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതല്ലേ പറഞ്ഞ എനിക്ക് ചാൻസ് വെച്ചതാണ്. രാത്രി വേണ്ടല്ലേ? ആമസോൺകാര് ഓർഡർ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് അങ്ങനെ ഡെലിവറി ബോയിനോട് പറഞ്ഞ കാര്യം അറിയില്ലേ? എടാ ജെണ്ടി, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനും നീ ഒരേ കമ്പനിയില്. ഇവിടെ ഒരാള് ഭയങ്കര മിസ്സിങ്, ബേസിൽ ജോസഫ്. ലോഡ്ജിൽ റൂം എടുത്തിരിക്കുകയെന്നാണ് കേട്ടത്. എന്റെ പെർഫോമൻസ് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞല്ലോ. ബേസി എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ആ ധ്യാൻ തെണ്ടി നന്നായിട്ടുണ്ട് എന്ന്. അവൻ മേലെന്ന് വിചാരിച്ചിട്ട് അവൻ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു. പറ്റിക്കരുതല്ലേ?